നമസ്കാരം. +2 ഫിസിക്സിലെ ആറ്റംസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറ്റംസിൻ്റെ ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചിരുന്നത്? യെസ്, റൂദർഫോർഡിൻ്റെ ആൽഫ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ് മറ്റൊന്നുകൂടി നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കറക്റ്റ്, ഇലക്ട്രോണിൻ്റെ ഓർബിറ്റ് നേച്ചർ. ഈ രണ്ട് കാര്യങ്ങളെ ആസ്പദമാക്കി ഞാൻ തന്നിരുന്ന അസൈൻമെൻറ്റ് നിങ്ങൾ പൂർത്തിയാക്കി അധ്യാപകർക്ക് അയച്ചു കൊടുത്തിരുന്നല്ലോ അല്ലേ? നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ഇലക്ട്രോണിൻ്റെ എനർജി തന്നിട്ടുണ്ട്, അതുപയോഗിച്ച് ഓർബിറ്റിൻ്റെ റേഡിയസും വെലോസിറ്റിയും കണ്ടെത്താനായിരുന്നു. എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ പഠിച്ചതാണ്. -e²/8πε0r. തന്നിരിക്കുന്ന എനർജി അതിനോട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് റേഡിയസിൻ്റെ വാല്യൂ r കാൽക്കുലേറ്റ് ചെയ്യാം. 5.3 × 10⁻⁻11 മീറ്റർ എന്നാണ് റേഡിയസിൻ്റെ വാല്യൂ നമുക്ക് കിട്ടുക. വെലോസിറ്റിക്ക് ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിരുന്നതാണ്. e/√4πε0mr. ഇപ്പോൾ കണ്ടെത്തിയ റേഡിയസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ വെലോസിറ്റിയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 2.2 × 10⁻⁶ മീറ്റർ/സെക്കൻഡ്. എല്ലാവരും കണ്ടെത്തിയ ഉത്തരം ശരിയല്ലേ? എന്നാൽ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങുന്നതിന് വേണ്ടി കഴിഞ്ഞ ക്ലാസ്സിലെ റൂദർഫോർഡ് പ്ലാനറ്ററി സ്ട്രക്ചർ ഓഫ് ആറ്റം നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. എന്തായിരുന്നു റൂദർഫോർഡിൻ്റെ പ്ലാനറ്ററി മോഡൽ ഓഫ് ആറ്റം? സെൻറ്ററിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ഉണ്ട്. ന്യൂക്ലിയസിന് ചുറ്റും നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നുണ്ട്, ക്ലോസ്ഡ് പാത്തിലൂടെ റിവോൾവ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രക്ചറുമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്നതാണ് ഇനി നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഇലക്ട്രോൺസ് നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ്. മാത്രമല്ല അവർ സർക്കുലാർ മോഷനിലാണ്. ഫസ്റ്റ് ഇയറിൻ്റെ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, സർക്കുലാർ മോഷനിലിരിക്കുന്ന എല്ലാ ഒബ്ജക്ട്സിനും ഒരു സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഉണ്ട്. എവിടേക്കാണ് ആ സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ്റെ ഡയറക്ഷൻ? കറക്റ്റ്, ഇറ്റ് ഈസ് ടുവേർഡ്സ് ദ സെൻറ്റർ. അപ്പം ഇലക്ട്രോൺസ് അതിൻ്റെ ഓർബിറ്റിലൂടെ റൊട്ടേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ആക്സിലറേറ്റഡ് മോഷൻ. ചാർജ് ഇല്ലാത്ത ഒരു പാർട്ടിക്കിള് ആക്സിലറേറ്റഡ് മോഷൻ നടത്തിയെന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന് ഒരു ചാർജ് ഉണ്ട്. റേഡിയേഷൻ തിയറി പ്രകാരം ചാർജ്ഡ് പാർട്ടിക്കിൾ ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടാൽ ദേ എമിറ്റ്സ് റേഡിയേഷൻ. എന്ന് പറഞ്ഞാൽ ഓർബിറ്റിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ഓരോ സമയവും റേഡിയേഷൻ എമിറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. റേഡിയേഷൻ എമിറ്റ് ചെയ്ത് എന്താ കുഴപ്പം? റേഡിയേഷൻ എന്ന് പറയുന്നത് എനർജിയാണ്. അപ്പോൾ ഇലക്ട്രോൺ എനർജി റേഡിയേറ്റ് ചെയ്താൽ ഇലക്ട്രോണിൻ്റെ എനർജി കുറയും. ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞ എന്താ കുഴപ്പം? എനർജി ഓഫ് ഇലക്ട്രോൺ നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തതാണ്. -e²/8πε0r. എനർജി വ്യത്യാസപ്പെട്ടാൽ റേഡിയസിന് വ്യത്യാസം വരും. അപ്പൊ ഇലക്ട്രോണിന് ഒരു ഓർബിറ്റിൽ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കാൻ പറ്റില്ല. റേഡിയസ് മാറിക്കൊണ്ടേയിരിക്കും. റേഡിയസ് മാറുന്തോറും എന്ത് സംഭവിക്കും? റേഡിയസ് കുറഞ്ഞ് ഓരോ സമയവും ഇലക്ട്രോണിന്റെ എനർജി നഷ്ടപ്പെട്ട് റേഡിയസ് കുറഞ്ഞ് ഫൈനലി ഇലക്ട്രോൺ വിൽ fall into the nucleus. അപ്പോൾ പിന്നെ ആറ്റം എവിടെയാ? ഇലക്ട്രോൺ ഓർബിറ്റിൽ ഉണ്ടെങ്കിലല്ലേ അതിനെ നമ്മൾ ആറ്റം എന്ന് പറയുക. ഇലക്ട്രോൺ ന്യൂക്ലിയസിന്റെ ഉള്ളിൽ ഫോൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആറ്റം ഇല്ല. അപ്പോൾ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡ് മോഡലിന് സാധിക്കുന്നില്ല. ഓക്കെ, മാത്രമല്ല ഇലക്ട്രോൺ ഈ സർക്കുലാർ മോഷനിലായിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് എനർജി എമിറ്റ് ചെയ്യാണ്. കണ്ടിന്യൂസ് എമിഷൻ ഓഫ് എനർജി. ആ പുറത്തേക്ക് വരുന്ന എനർജിയെ നമ്മളൊരു ഫോട്ടോഗ്രാഫ് എടുത്താൽ അതിൻ്റെ സ്പെക്ട്രം പരിശോധിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് തുടർച്ചയായിട്ടുള്ള എനർജി വാല്യൂസ് ആണ്. കണ്ടിന്യൂസ് സ്പെക്ട്രം. പക്ഷെ അതല്ല നമുക്ക് സാധാരണ
കിട്ടുന്നത്. ഒരാറ്റത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന എനർജിയുടെ സ്പെക്ട്രം പരിശോധിച്ചാൽ നമുക്ക് കിട്ടുന്നത് ഡിസ്ക്രീറ്റ് സ്പെക്ട്രമാണ്. ചിലയിടത്ത് ലൈൻ ഉണ്ടാവും, പിന്നെ ഒരു ഗ്യാപ്പ്, പിന്നെ ഒരു സ്പെക്ട്രൽ ലൈൻ, അങ്ങനെയാണ് ഡിസ്ക്രീറ്റ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഏതൊക്കെ? ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റി, ഡിസ്ക്രീറ്റ് സ്പെക്ട്രം, ഇത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിൻ്റെ മോഡലിന് സാധിക്കാതെ വരുന്നു. പക്ഷെ സെൻട്രൽ ന്യൂക്ലിയസ് വേണം, ഇലക്ട്രോൺ റിവോൾവ് ചെയ്യുന്നു. ഈ രണ്ട് പോയിന്റ്സ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയും വേണം, ചെറിയ ചില മോഡിഫിക്കേഷൻസ് വരുത്തുകയും വേണം. ഈ മോഡിഫിക്കേഷൻസ് എന്തായിരിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് നീൽസ് ബോറിന് പുതിയ ആറ്റം മോഡലിനെ പറ്റിയുള്ള കാഴ്ചപ്പാട് ഉണ്ടാവുന്നത്. ഇതാണ് ബോർസ് ആറ്റം മോഡൽ. ഒരുപാട് വ്യത്യാസപ്പെടുത്തലുകളൊന്നും നീൽസ് ബോർ ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞത് സെൻട്രലിൽ പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് തന്നെയാണ്, ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും സർക്കുലാർ മോഷനിലാണ്. ഈ രണ്ട് പോയിന്റ്സ് കൂടാതെ കുറച്ച് കൂട്ടിച്ചേർക്കലുകൾ കൂടെ നീൽസ് ബോർ ചെയ്തു. ഈ കൂട്ടിച്ചേർക്കലുകളെ പോസ്റ്റുലേറ്റ്സ് ഓഫ് ബോർ ആറ്റം മോഡൽ എന്നാണ് നമ്മൾ അറിയുന്നത്. അതെന്തൊക്കെയാണ് എന്ന് കണ്ടു നോക്കാം. 3 പോസ്റ്റുലേറ്റ്സ് ആണ് നീൽസ് ബോറിൻ്റെ ആറ്റം മോഡലിലുള്ളത്. Bohr's first postulate was that an electron in an atom could revolve in certain stable orbits without the emission of radiant energy, contrary to the predictions of electromagnetic theory. According to this postulate, each atom has certain definite stable states in which it can exist, and each possible state has definite total energy. മനസ്സിലായല്ലോ അല്ലേ? കൃത്യമായൊരു എനർജിയുള്ള ഓർബിറ്റ്സിൽ മാത്രമേ ഇലക്ട്രോൺസിന് റിവോൾവ് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറെ എന്തെങ്കിലും ഈ ഓർബിറ്റിന് പ്രത്യേകതകളുണ്ടോ എന്നതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇയറിൽ സർക്കുലാർ മോഷനിൽ പഠിച്ച ആങ്കുലർ മൊമെൻറ്റം എന്ന കൺസെപ്റ്റ് ഒന്ന് ആലോചിക്കുക. ഓർക്കുന്നുണ്ടോ? ആങ്കുലർ മൊമെൻറ്റം എൽ എന്ന് പറയുന്ന ഒരു സിമ്പൽ വെച്ച് നമ്മൾ എഴുതിയത് എന്തായിരുന്നു അതിൻ്റെ എക്സ്പ്രഷൻ? യെസ്, കറക്റ്റ്. എൽ ഇസ് ഈക്വൽ ടു എം വി ആർ. എം മാസ് ആണ്, വി ലീനിയർ വെലോസിറ്റി ആണ്, ആർ റേഡിയസ് ആണ്. ആ സർക്കുലാർ ഓർബിറ്റിന്റെ റേഡിയസ് ആണ് ആർ. അപ്പോൾ ബോർ പറയുവാണേ ഈ എല്ല് അതും ക്വാണ്ടൈസ്ഡ് ആണ്. എല്ലിന് എല്ലാ വാല്യൂസും എടുക്കാൻ പറ്റില്ല. എല്ലിൻ്റെ വാല്യൂസ് h/2π എന്ന് പറയുന്ന വാല്യൂവിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ln is equal to n into h/2π. എന്താണ് n? n എന്ന് പറയുന്നത് ഓർബിറ്റിൻ്റെ നമ്പറാണ്. ഫസ്റ്റ് ഓർബിറ്റിന് n is equal to 1, സെക്കൻഡ് ഓർബിറ്റിന് n is equal to 2. അപ്പോൾ ഓർബിറ്റ്സിനെ ക്വാണ്ടൈസ് ചെയ്തിരിക്കുന്ന നമ്പർ ആയതുകൊണ്ട് എന്നിന് നമ്മൾ കൊടുക്കുന്ന പേരാണ് ഓർബിറ്റൽ ക്വാണ്ടം നമ്പർ. അപ്പം n ക്വാണ്ടം നമ്പറുള്ള ഓർബിറ്റിന് h/2π ഇൻറ്റു n ആങ്കുലർ മൊമെൻറ്റമേ ആവാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ എല്ലാ ആങ്കുലർ മൊമെൻറ്റവും പോസിബിൾ അല്ല എന്ന് പറഞ്ഞാൽ എല്ലാ റേഡിയസും പോസിബിൾ അല്ല. നമുക്ക് സെക്കൻഡ് പോസ്റ്റുലേറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിക്കാം. ബോർസ് സെക്കൻഡ് പോസ്റ്റുലേറ്റ് ഡിഫൈൻസ് ദീസ് stable orbits. This postulate states that the electron revolves around the nucleus only in those orbits for which the angular momentum is some integral multiple of h/2π. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ആണ്. അതിൻ്റെ വാല്യൂ 6.6 into 10⁻⁻34 joule seconds. The angular momentum of the orbiting electron is quantized. That is, L is equal to nh/2π. അപ്പോൾ ഓർബിറ്റ്സ് ക്വാണ്ടൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കി, ഓർബിറ്റിൻ്റെ ആങ്കുലർ മൊമെൻറ്റം ക്വാണ്ടൈസ്ഡ് ആണെന്ന് മനസ്സിലാക്കി. അപ്പോൾ ഇലക്ട്രോൺ ഈ ഓർബിറ്റിൽ ഫിക്സഡ് ആണോ?
അങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുക, ലൈഫ് ലോങ് ഒരു ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടേയിരിക്കുക. വേറെ എവിടേക്കും അവന് പോകാൻ പറ്റില്ല എന്നുള്ളൊരവസ്ഥ വരുമോ? ഇല്ല. ഇലക്ട്രോണിന് അവൻ്റെ ഇഷ്ടാനുസരണം മറ്റു ഓർബിറ്റുകളിലേക്ക് ട്രാൻസിഷൻ നടത്താം. ബട്ട് ഓൺ വൺ കണ്ടീഷൻ. ഒരു ലോവർ ഓർബിറ്റിൽ നിന്ന് ഹയർ ഓർബിറ്റിലേക്ക് ഇലക്ട്രോണിന് ട്രാൻസിഷൻ നടത്തണമെങ്കിൽ ഈ രണ്ട് ലെവൽസിൻ്റെ എനർജി ഡിഫറൻസിന് തുല്യമായ ഒരു ഫോട്ടോണിനെ, ഫോട്ടോൺ മീൻസ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ എനർജി, ഒരു ഫോട്ടോണിനെ അത് അബ്സോർബ് ചെയ്യണം. സോ വെൻ ആൻ ഇലക്ട്രോൺ ഇൻ എ ലോവസ്റ്റ് ഓർബിറ്റ് absorbs a photon, it can jump to the higher order level. അപ്പോൾ തിരിച്ചു വരാനോ? തിരിച്ചു വരാൻ ഫോട്ടോണിനെ എമിറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഹയർ ഓർബിറ്റിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ അതിൻ്റെ എനർജി ഡിഫറൻസ്, രണ്ട് ഓർബിറ്റ്സിനിടയിലുള്ള എനർജി ഡിഫറൻസ് എമിറ്റ് ചെയ്താൽ, എമിറ്റ് ചെയ്യുക മീൻസ് ഒരു ഫോട്ടോണിനെ പുറത്തേക്ക് വിടുക. ഒരു ഫോട്ടോണിനെ പുറത്തേക്ക് വിട്ടാൽ ഇലക്ട്രോണിന് ഹയർ ലെവലിൽ നിന്ന് ലോവർ ലെവലിലേക്ക് തിരികെയും വരാം. അപ്പോൾ ഇലക്ട്രോൺസിന് ഇന്ന സ്ഥലങ്ങളിലേക്ക് കറങ്ങാവൂ എന്നത് കോൺടൈസ്ഡ് ആണ് എന്ന് കരുതി എക്കാലവും അവിടെ കറങ്ങിക്കൊണ്ടിരിക്കണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. അവർക്ക് ട്രാൻസിഷൻസ് നടത്താം ടു ഹയർ സ്റ്റേറ്റ്സ് ആൻഡ് ടു ലോവർ സ്റ്റേറ്റ്സ്. ഈ ട്രാൻസിഷനെ സംബന്ധിച്ചതാണ് മൂന്നാമത്തെ പോസ്റ്റുലേറ്റ്. It states that an electron might make a transition from one of its specified non-radiating orbits to another of lower energy. When it does so, a photon is emitted having energy equal to the energy difference between the initial and final states. The frequency of the emitted photon is then, നമുക്കറിയാം ഒരു ഫോട്ടോണിൻ്റെ എനർജി എന്ന് പറയുന്നത് h ഇൻറ്റു ന്യൂ ആണ്. ന്യൂ എന്ന് പറയുന്നത് ആ ഫോട്ടോണിൻ്റെ ഫ്രീക്വൻസി ആണ്. സോ എനർജി ഓഫ് ദി ഫോട്ടോൺ ഈക്വൽ ടു എനർജി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സ്റ്റേറ്റ്സ്. സോ h ന്യൂ ഈക്വൽ ടു EI മൈനസ് EF. EI ആൻഡ് EF ആർ ദി energies of the initial and final states. And for emission process, EI is greater than EF. For absorption process, EI is less than EF. ഇലക്ട്രോണിന് കറങ്ങാൻ സാധിക്കുന്ന ഓരോ ഓർബിറ്റ്സിൻ്റെയും റേഡിയസ് എത്ര, ആ ഓർബിറ്റ്സിൽ ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള വെലോസിറ്റി എത്ര, ടോട്ടൽ എനർജി എത്ര, ഇതൊക്കെയാണ് ഇനി നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്കറിയാം സർക്കുലാർ മോഷനിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണമെന്നും ആ സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇലക്ട്രോണിന് നൽകുന്നത് പ്രോട്ടോണുമായിട്ടുള്ള അതിൻ്റെ കൂളംബ് ഇൻ്ററാക്ഷൻ ആണെന്നും നമുക്കറിയാം. സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r നമ്മൾ കൂളംബ് ഫോഴ്സുമായിട്ട് ഇക്വേറ്റ് ചെയ്യുകയാണ്. E²/4πε0r². ബോറിൻ്റെ പോസ്റ്റുലേറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിരുന്നു ആങ്കുലർ മൊമെൻറ്റം ഓഫ് ദി nth ഓർബിറ്റ് ഈസ് mvn/rn and is equal to nh/2π. So we have two equations. mv²/r equals E²/4πε0r² and mvr equals nh/2π. ഈ രണ്ട് ഇക്വേഷൻസിനൊന്ന് കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് nth ഓർബിറ്റിൻ്റെ വെലോസിറ്റിക്ക് ഒരു എക്സ്പ്രഷൻ കിട്ടും, റേഡിയസിനും ഒരു എക്സ്പ്രഷൻ കിട്ടും. വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് ആസ് vn ഈക്വൽസ് E²/4πε0 2π/h ഇൻറ്റു 1/n. അതിൽ n ഒഴികെ ബാക്കി എല്ലാ ടേംസും നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയേ. കോൺസ്റ്റൻസ് ആണ്. എല്ലാവരുടെയും വാല്യൂസ് നമുക്ക് അറിയുകയും ചെയ്യാം. എല്ലാ കോൺസ്റ്റൻസിൻ്റെയും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ യു വിൽ ഗെറ്റ് വെലോസിറ്റി ഓഫ് nth ഓർബിറ്റ് ആസ് vn is equal to c/137 into 1/n. എന്താ c?
സി നിങ്ങൾക്കറിയാം. ലൈറ്റിന്റെ വെലോസിറ്റി. സോ വെലോസിറ്റി ഓഫ് nth orbit electron is c by 137 into 1 by n. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇലക്ട്രോൺ കറങ്ങുന്നത് ഒരു ചെറിയ വെലോസിറ്റിയിലല്ല, ലൈറ്റിന്റെ സ്പീഡുമായിട്ട് കമ്പയറബിൾ ആയിട്ടുള്ള വെലോസിറ്റിയിലാണ് ഇലക്ട്രോൺ ഓരോ ഓർബിറ്റിലും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി ഫസ്റ്റ് ഓർബിറ്റ്? അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? നിങ്ങൾ ആ ഇക്വേഷൻ നന്നായിട്ടൊന്ന് പരിശോധിച്ചേ. c by 137 into 1 by n. ഫസ്റ്റ് ഓർബിറ്റിന് n-ന്റെ വാല്യൂ എത്രയാണ്? കറക്റ്റ്, n is equal to 1. ആ n-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഫസ്റ്റ് ഓർബിറ്റിന്റെ വെലോസിറ്റി നമുക്ക് കണ്ടെത്താൻ പറ്റില്ലേ? c by 137. അങ്ങനെ n-ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഏത് ഓർബിറ്റിന്റെ വെലോസിറ്റി നമുക്ക് വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് റേഡിയസിന്റെ വാല്യൂ കണ്ടെത്തി നോക്കാം. എഗെയിൻ നമ്മൾ നേരത്തെ എഴുതിയ രണ്ട് ഇക്വേഷൻസിനെ കമ്പയർ ചെയ്യുക. കമ്പയർ ചെയ്താൽ നിങ്ങൾക്ക് റേഡിയസിന്റെ ഒരു എക്സ്പ്രഷൻ കണ്ടെത്താൻ സാധിക്കും. ആൻഡ് യു വിൽ ഗെറ്റ് ദ റേഡിയസ് ഓഫ് nth orbit as Rn is equal to 4 pi epsilon 0 by me square into h by 2 pi the whole square into n square. റേഡിയസിന്റെ ഈ ഇക്വേഷനിലും n സ്ക്വയർ ഒഴിച്ച് ബാക്കി ടേംസ് എല്ലാം കോൺസ്റ്റൻസ് ആണ്. ഓരോ കോൺസ്റ്റൻസിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഹാഫ് ആങ്സ്ട്രം എന്നാണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? Rn is equal to half into n square angstrom. അപ്പം ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിക്കുക, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ഫസ്റ്റ് ഓർബിറ്റ്? ഡെഫിനറ്റ്ലി പുട്ട് n is equal to 1. n-ന് 1 കൊടുത്താൽ റേഡിയസിന്റെ വാല്യൂ എന്ത് കിട്ടും? R1 is equal to half angstrom. ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസിന് പറയുന്ന പേരാണ് ബോർ റേഡിയസ്. ആൻഡ് വാട്ട് ഈസ് ബോർ റേഡിയസ്? ഇറ്റ് ഈസ് ഹാഫ് ആങ്സ്ട്രം. 0.5 into 10 raised to minus 10 meter. അതാണ് ഇലക്ട്രോണിന് സാധ്യമായിട്ടുള്ള ഫസ്റ്റ് ഓർബിറ്റിന്റെ റേഡിയസ്. രണ്ട് ഇക്വേഷൻസ് നമ്മളിപ്പോൾ ഡിറൈവ് ചെയ്തു, വെലോസിറ്റിയുടെ ഇക്വേഷനും റേഡിയസിന്റെ ഇക്വേഷനും. ഓക്കെ, രണ്ട് വാല്യൂസും velocity value and the radius value depends on the orbital quantum number n. ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് എനർജിക്ക് ഒരു എക്സ്പ്രഷൻ ആണ്. ഫസ്റ്റ് ക്ലാസ്സിലെ എനർജിയുടെ ഒരു ഇക്വേഷൻ നമ്മൾ എഴുതിയിരുന്നു, ഓർമ്മിക്കുന്നുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനർജി ഓഫ് ഓർബിറ്റ് ഈക്വൽ ടു മൈനസ് ഇ സ്ക്വയർ ബൈ 8 pi epsilon 0 r. അപ്പൊ nth ഓർബിറ്റിന്റെ എനർജി കിട്ടാൻ ഞാൻ nth ഓർബിറ്റിന്റെ റേഡിയസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ? അതെനിക്ക് ഓൾറെഡി കിട്ടിയല്ലോ. ഓക്കെ, nth ഓർബിറ്റിന്റെ റേഡിയസ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് nth ഓർബിറ്റിന്റെ എനർജി കിട്ടുന്നത് ഇപ്രകാരമായിരിക്കും. E n equals minus m e raised to 4 by 8 epsilon 0 square h square into 1 by n square. ഇവിടെയും n-ന്റെ ഡിപ്പെൻഡൻസി വരുന്നുണ്ട്. n ഒഴിച്ച് ബാക്കി എല്ലാ ടേംസിനെയും ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഓൾ ടേംസ് ആർ കോൺസ്റ്റൻസ്. അവരുടെയും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Now you will get the energy of nth orbit as minus 13.6 electron volt divided by n square. നെഗറ്റീവ് ഉണ്ട്, എനർജി നെഗറ്റീവ് ആവണം, ക്ലോസ്ഡ് ഓർബിറ്റ് ആണ്, ഉറപ്പായിട്ടും എനർജിയുടെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കണം. ആ നെഗറ്റീവ് അവിടെ വന്നിട്ടുണ്ട്. മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട് ഡിവൈഡഡ് ബൈ n സ്ക്വയർ. അപ്പോൾ ഹയർ ലെവൽസിലേക്ക് പോകും തോറും 1/n സ്ക്വയറിന്റെ വാല്യൂ കൂടി വരുന്നത് കൊണ്ട് എനർജി കുറയുന്നു. എനർജി കുറയുന്നു എന്ന് ആലോചിച്ചാൽ ആ നെഗറ്റീവ് സിമ്പലിനെ നിങ്ങൾ മറന്നു കളയരുത്. നെഗറ്റീവ് വാല്യൂ കുറയുക എന്ന് പറഞ്ഞാൽ ആക്ച്വലി അത് പോസിറ്റീവിലേക്ക് അടുക്കുന്നു എന്നാണ്, സീറോയിലേക്ക് അടുക്കുന്നു എന്നാണ്.
സോ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. ഹയർ ആൻഡ് ഹയർ ലെവൽസിലേക്ക് പോകുന്തോറും ഇലക്ട്രോണിന്റെ എനർജി കൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഹയർ ലെവലിൽ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ ലോവർ ലെവലിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ എനർജി എമിറ്റ് ചെയ്യുന്നത്, ഫോട്ടോണിനെ എമിറ്റ് ചെയ്യുന്നത്. വാട്ട് ഈസ് ദ എനർജി ഓഫ് ദ ഫസ്റ്റ് ഓർബിറ്റ്? എന്നിന് 1 കൊടുക്കുക. സോ യു വിൽ ഗെറ്റ് എനർജി ആസ് -13.6 eV. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് എല്ലാ ലെവൽസിൻ്റെയും n=2, n=3, n=4 എക്സെട്ര ഒരുപാട് ലെവൽസിൻ്റെ എനർജി നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. n=∞ കൊടുത്താൽ എനർജി 0 ആവും. അപ്പോൾ 0 റെഫറൻസ് വെച്ചിട്ട് -13.6 താഴേക്ക് വരും. അത് കഴിഞ്ഞിട്ടുള്ള എനർജി ലെവൽസ് ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ വരും, 0യുടെയും -13.6ൻ്റെയും. അങ്ങനെ വരച്ചിരിക്കുന്ന ഒരു ഡയഗ്രമാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി ലെവൽ -13.6. ഗ്രൗണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ n=1. ഗ്രൗണ്ട് സ്റ്റേറ്റിൻ്റെ എനർജി n=1ന് -13.6 eV, n=2ന് -3.4, n=3ക്ക് -1.5. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ആ എനർജി ഡിഫറൻസ് പെട്ടെന്ന് കുറഞ്ഞു വരികയാണ്. അപ്പോൾ എനർജി ലെവൽസ് ഈക്വലി സ്പേസ്ഡ് അല്ല. രണ്ട് എനർജി ലെവൽസിനിടയിലുള്ള ഗ്യാപ്പ് തുല്യമല്ല. ഹയർ ആൻഡ് ഹയർ ലെവൽസിലേക്ക് പോകുന്തോറും എനർജി ഡിഫറൻസ് വളരെ പെട്ടെന്ന് കുറഞ്ഞു വരുവാണ്. സോ എനർജി ലെവൽ സ്പേസിംഗ് മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരും. ഓക്കെ, ഇതാണ് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എനർജി ലെവൽ ഡയഗ്രം. ഈ എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒന്നാമത്തേതാണ് അയണൈസേഷൻ എനർജി. അയണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഫ്രീ ആക്കുക, അയോൺസ് ആക്കി മാറ്റുക. ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോൺ ഫ്രീ ആകണമെങ്കിൽ അതിൻ്റെ n വാല്യൂ എത്രയാവണം? ഫ്രീ ആവുക, അവൻ ന്യൂക്ലിയസിന്റെ അട്രാക്ഷനിൽ നിന്ന് കംപ്ലീറ്റ്ലി ഫ്രീ ആവുക, അയണൈസ്ഡ് ആവുക. ഇലക്ട്രോണിന്റെ ഓർബിറ്റ് വാല്യൂ എത്ര വരണം ഫ്രീ ആകണമെങ്കിൽ? n=∞. n=∞ കൊടുത്താൽ എനർജി എത്ര വരും? 0. ഫസ്റ്റ് ഓർബിറ്റിൽ ഇരിക്കുകയാണെങ്കിൽ അതിന്റെ എനർജി എത്രയാണ്? -13.6 eV. So what is the difference between these two energy levels, free level and the first orbit? It is 13.6 eV. ആ എനർജിയെ നമ്മൾ പറയുന്ന പേരാണ് അയണൈസേഷൻ എനർജി. എനർജിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ നമുക്ക് എക്സൈറ്റേഷൻ എനർജിയും കണ്ടുപിടിക്കാം. എക്സൈറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ഫ്രീ ആവില്ല, മറിച്ച് പോസിബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഓർബിറ്റിലേക്ക് ട്രാൻസിഷൻ നടത്താം, ഒരു ജമ്പ് നടത്താം, അത്രേ പറ്റുള്ളൂ. അപ്പോൾ എക്സൈറ്റേഷൻ എനർജി എന്ന് പറഞ്ഞാൽ ഒരു ഇനിഷ്യൽ ലെവലിൽ നിന്ന് ഫൈനൽ ലെവലിലേക്ക് ഒരു ജമ്പ് നടത്തുക. എത്രയായിരിക്കും എക്സൈറ്റേഷൻ എനർജി? അത് നമുക്ക് ചെറിയ കോമൺ സെൻസിൻ്റെ ആവശ്യമുള്ളൂ. ഫസ്റ്റ് ലെവലിൽ നിന്ന് സെക്കൻഡ് ലെവലിലേക്കുള്ള എനർജി ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് എക്സൈറ്റേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്യാം. അയണൈസേഷൻ എനർജി, ഇറ്റ് ഈസ് ദ മിനിമം എനർജി required to free the electron from the ground state of the atom. Excitation energy is the energy required to excite an electron from a lower energy of energy EI to a higher level of energy EF. ഇന്ന് പഠിച്ച എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇന്നത്തെ ടോപ്പിക്സിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു അസൈൻമെൻറ്റ് തരികയാണ്. ഇത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. ഫൈൻഡ് ദ എക്സൈറ്റേഷൻ എനർജി ഫോർ ദ ട്രാൻസിഷൻ ബിറ്റ്വീൻ n=1 to n=2 and n=2 to n=3. Compare the two energy values. ഡെഫിനറ്റ്ലി ഇത് ഹൈഡ്രജൻ ആറ്റത്തിനെ സംബന്ധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അതുകൂടെ നിങ്ങളൊന്ന് ചേർത്ത് മനസ്സിലാക്കണം. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പഠിപ്പിച്ച എല്ലാ ടോപ്പിക്സും നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുകയാണ്. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ടോപ്പിക്സുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സോ ബൈ.